നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, മേൽപ്പത്തൂർ നാരായണ ഭട്ടവാദനാൽ വിരചിതമായ ശ്രീമൻ നാരായണീയത്തിലെ സൃഷ്ടിഭേദങ്ങൾ എന്ന 10ാമത്തെ ദശകത്തിലെ 9ാമത്തെ ശ്ലോകമാണ് നാം ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക. വേദാൻ പുരാണ നിവഹാനഭി സർവവിദ്യാഃ കുർവൻ നിജാനന ഗണാത് ചതുരാനനോസൗ പുത്രേഷു തേഷു വിനിധായ സസർഗവൃദ്ധിം അപ്രാപ്നുവംസ്തവ പാദാംബുജമാശ്രിതോഭൂത്. അടുത്തതായി ശ്ലോകത്തിൻ്റെ പദച്ഛേദം. വേദാൻ പുരാണ നിവഹാൻ അഭി സർവവിദ്യാഃ കുറുവൻ നിജാനന ഗണാത് ചതുരാനനഃ അസൗ പുത്രേഷു തേഷു വിനിധായ സഹ സർഗവൃദ്ധിം അപ്രാപ്നുവൻ തവ പദാംബുജം ആശ്രിതഃ അഭൂത്. അടുത്തതായി പ്രസ്തുത ശ്ലോകത്തിൻ്റെ അന്വയമാണ് നാം ചർച്ച ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. സഹ അസൗ ചതുരാനനഃ നിജാനന ഗണാത് വേദാൻ പുരാണ നിവഹാൻ സർവവിദ്യാഃ അഭി കുറുവൻ തേഷു പുത്രേഷു വിനിധായ സ്വർഗവൃദ്ധിം അപ്രാപ്നുവൻ തവ പാദാംബുജം ആശ്രിതഃ അഭൂത്. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ സാരാംശം നമുക്ക് ചർച്ച ചെയ്യാം. ശ്രദ്ധിക്കുക. വേദങ്ങൾ, പുരാണ സമൂഹങ്ങൾ, മറ്റു വിദ്യകൾ എന്നിവയെല്ലാം തന്നെ സ്വമുഖത്തു നിന്നും സൃഷ്ടിച്ച് ആ ചതുർമുഖൻ പിന്നെ തൻ്റെ ഉത്തമരായ പുത്രന്മാരിൽ ആ വിദ്യകളെല്ലാം തന്നെ സ്ഥാപിക്കുകയും ചെയ്തു. അനന്തരം പ്രജാക്ഷേമം പൂർണ്ണമായും സ്ഥാപിക്കാൻ കഴിയാതെ അതൃപ്തനായ ബ്രഹ്മാവ് വീണ്ടും അങ്ങയുടെ പാദപദ്മത്തെ തന്നെ ആശ്രയം പ്രാപിക്കുകയും ചെയ്തു. നമസ്തേ.